വാർത്തകളിലേക്ക്. കോട്ടയത്ത് യുവാവ് അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച നിരവധി വാഹനങ്ങളിൽ ഇടിച്ചതിൽ നടപടിക്കുരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. കാർ ഓടിച്ച ജുബിൻ ജേക്കബിന്റെ ലൈസൻസ് റദ്ദാക്കും. കാർ വിവിധ വാഹനങ്ങളിൽ ഇടിക്കുന്ന CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ജുബിൻ KSU നേതാവാണെന്ന പ്രചാരണം നേതൃത്വം തള്ളി. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എന്നായിരുന്നു ഈ അപകടം ഉണ്ടായത്? കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണോ MVD? ദിവ്യ, ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. കടുത്ത നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഈ കാർ ഓടിച്ച ജുബിൻ ജേക്കബ് എന്ന വാഴൂർ സ്വദേശിയായ ഡിഗ്രി വിദ്യാർത്ഥിയുടെ ലൈസൻസ് റദ്ദാക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കടന്നു. ഇയാൾക്കെതിരെ പിഴയും ചുമത്തും. അതേസമയം ഇയാൾ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്നാണ് കോട്ടയം വെസ്റ്റ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള രക്തപരിശോധനാ ഫലം അടക്കം പുറത്തു വന്നാൽ ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് പറയുന്നു. ഇതിനിടെയാണ് CCTV ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. ഈ ചാലുകുന്ന് റോഡിൽ ഇയാൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ കാർ ഇടിപ്പിക്കുന്നതായി കാണാം. അതോടൊപ്പം തന്നെ കുടമാളൂരിന് സമീപം കുതിരപ്പന്തിയിൽ ഇയാളുടെ കാറ് മറ്റൊരു കാർ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ ഇടിക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. അതുകൂടാതെ ഇരുചക്ര വാഹനയാത്രക്കാരായ ദമ്പതികൾ പകർത്തിയ ഒരു വീഡിയോ ദൃശ്യവുമുണ്ട്. ഇയാൾ അലക്ഷ്യമായി കാർ ഓടിച്ചു പോകുന്നതും വണ്ടി നിർത്താൻ നാട്ടുകാരും മറ്റു വാഹനത്തിലുള്ള ആളുകളും ആവശ്യപ്പെടുന്നതുമൊക്കെയും കാണാം. എന്തായാലും ജുബിൻ ജേക്കബിനെ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിപ്പിച്ച് പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം കുടുംബാംഗങ്ങൾ എഴുതി നൽകിയതെന്ന് തോന്നി ഇയാൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി ചില ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമാണ്. ഇയാൾ KSU നേതാവാണ് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ SFI നേതൃത്വം പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് SFI പുറത്തുവിട്ടത്. അതേസമയം ഇയാളെ 2024 മെയ് മാസത്തിൽ ഒരു കഞ്ചാവ് കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് KSUവിൽ നിന്ന് പുറത്താക്കിയെന്നാണ് KSU ജില്ലാ പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കോട്ടയം ജില്ലാ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജുബിൻ. ജോസി ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.